നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ കാര്യക്ഷമതയില്ലാത്ത നേതൃത്വം കാരണമാണ് ഇന്ത്യ മുന്നണി തകർന്നത്. അങ്ങനെ തകർന്ന ഇന്ത്യ മുന്നണിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി നേതൃത്വം എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ല് വീണ്ടും മൺസൂൺ സെഷനിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുവാൻ പോകുകയാണ്. അത് വിജയിക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതായത് DMK ഈ ബില്ലിനെ പിന്തുണയ്ക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അത് തമിഴ്നാടിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എതിർക്കേണ്ടതില്ല എന്നാണ് സ്റ്റാലിൻ്റെ നിലപാട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി വല്ലാതെ ഞെട്ടിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് എല്ലാ MP മാരും ഈ ബില്ലിനെ എതിർക്കണം എന്നാണ്. എങ്കിൽ തമിഴ്നാടിന് എതിർപ്പില്ല, പ്രശ്നമൊന്നുമില്ല എങ്കിൽ ആ ബില്ലിനെ എതിർക്കില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ TVK യും കോൺഗ്രസുമായി അടുത്തതിന് ശേഷം DMK കോൺഗ്രസുമായുള്ള പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകന്നു കഴിഞ്ഞത് അതോടുകൂടിയാണ്. അങ്ങനെ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനങ്ങളും വളരെ മോശമായിട്ട് മുന്നണി സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചതും കാരണം ഇന്ത്യ മുന്നണി എന്ന മുന്നണി സംവിധാനം തന്നെ തകർന്ന് നിലം പരിശാകാൻ പോവുകയാണ്. അതിൽ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് അവിടെ ഇല്ലാതായതിന് പിന്നിൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ റോളൊന്നുമില്ല. രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. കാരണം മമത അവിടെ നടത്തിയ പല നീക്കങ്ങളും രാജ്യവിരുദ്ധമായിരുന്നു. അങ്ങേയറ്റം രാജ്യവിരുദ്ധം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ SIR നടപ്പിലാക്കുവാൻ ശ്രമം നടത്തിയപ്പോൾ SIR നടപ്പിലാക്കണ്ട എന്ന് പറഞ്ഞു. കാരണം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ഭീകരവാദികളെ ഇവിടെ നിലനിർത്തുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാവുകയും ചെയ്യുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ആരാധ്യയായ നേതാവായിട്ടുള്ള മമതാ ബാനർജി എന്ന തരത്തിലാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ആ സമയത്ത് തന്നെ നമ്മളെല്ലാം ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജമാഅത്തുൽ മുജാഹിദിനുമായിട്ട് മമതാ ബാനർജിക്ക് അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. നന്ദിഗ്രാമിൽ അടക്കം അവരുടെ നിർണായകമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നന്ദിഗ്രാം വെടിവയ്പിൽ ഇടതുപക്ഷത്തിന് മാത്രമല്ല, മറിച്ച് മമതാ ബാനർജിക്കും വളരെ ശക്തമായ ഒരു റോൾ തന്നെ അതിൽ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് മമത പല രീതിയിലുള്ള നീക്കങ്ങളും ബംഗ്ലാദേശി ഭീകരവാദികളുമായി ചേർന്ന് തന്നെ നടപ്പിലാക്കുകയും ഹിന്ദു വിരുദ്ധമായിട്ടുള്ള പല സമീപനങ്ങളും കൈക്കൊള്ളുകയും ചെയ്തു. പശ്ചിമ ബംഗാളിൽ ശ്രീരാമജയം പറയുന്നതിന് വിലക്കേർപ്പെടുത്തി. ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകൾ നടത്തുന്നതിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഭീകരവാദികൾക്ക് അനുകൂലമായ പല നിലപാടുകളും സ്വീകരിച്ചു. 2021 അവർ നടത്തിയ പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം നിരവധി ഹിന്ദു സ്ത്രീകളാണ് പീഡിപ്പിക്കപ്പെട്ടത്. കൊലപാതകം ചെയ്യപ്പെട്ട നിരവധിയായിട്ടുള്ള ഹിന്ദു പുരുഷന്മാരുണ്ടായിരുന്നു. അങ്ങനെ പശ്ചിമ ബംഗാളിനെ അക്ഷരാർത്ഥത്തിൽ രക്തക്കളമാക്കുകയും അവരുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ ഹിന്ദുക്കൾ ഭയന്ന് പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായി. അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ കാരണം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ മമത പിന്നോട്ടടി നേരിട്ടതും അവിടെ പരാജയപ്പെടാനും കാരണം. എന്നാൽ മറ്റു ഭാഗങ്ങളിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്ക് തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധി നടത്തിയ പല പ്രൊജക്റ്റുകളുമാണ് അത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ചും ബീഹാർ തെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. മുഖ്യമായിട്ട് ഉന്നയിക്കേണ്ട വിഷയങ്ങളിൽ നിന്ന് അകന്നു പോകുകയും അകന്നു പോയതിനു ശേഷം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഇലക്ഷനെ തന്നെ നയിക്കുകയുമായിരുന്നു ചെയ്തത്. ഫലം എന്തായിരുന്നു? 2015 മഹാഗഡ്ബന്ധനിലൂടെ അധികാരത്തിൽ വന്ന ആൾക്കാർക്ക് തന്നെ 2020 ഭരണം നഷ്ടപ്പെട്ടു. കേവലം വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ നിലപാടുകളിലൂടെയാണ് ഇത് സംഭവിച്ചത്. സ്റ്റാലിൻ മാത്രമല്ല അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകന്നത്. നേരെ മറിച്ച് SP സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് ഇപ്പോൾ NDAയോടൊപ്പം സഹകരിക്കുവാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ NCP മുഴുവൻ ശരത് പവാറിന്റെ ഫ്രാക്ഷൻ ഉൾപ്പെടെ, നേരത്തെ അജിത് പവാറിന്റെ ഫ്രാക്ഷൻ NDAയോടൊപ്പമായിരുന്നു, ഇപ്പോൾ ഇതാ ശരത് പവാറിന്റെ കൂടി ഫ്രാക്ഷനോട് NDAയോടൊപ്പം ചേരുകയാണ്. സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ളവർ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നത് എന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ ഒരു കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പിന്നോട്ടടി തന്നെയാണ് നേരിടുന്നത്. രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളിയായി ഉള്ള നീക്കങ്ങളിലൂടെ ദേശീയവാദികളുടെ കൂടി വെറുപ്പിന് പാത്രീഭൂതനായിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. അതായത് CJPയുടെ മൂവ്മെന്റിന് പിന്നിൽ രാഹുൽ ഗാന്ധിയാണ് എന്നതാണ് നമുക്ക് CJPയുടെ ഒരു മൂവ്മെന്റിന് പിന്നിൽ ഒരു ഘടകം രാഹുൽ ഗാന്ധിയാണ്. എല്ലാ ഘടകവും രാഹുൽ ഗാന്ധി അല്ല. അതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് എന്ന തരത്തിലാണ് നമുക്ക് വിവരങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു ബീജാവാപം നടന്നത്
നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ്. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. നരേന്ദ്രമോദി നോർവേയിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ഹെല്ല ലിങ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നതും, അതിനുശേഷം സ്വീഡനിൽ ഗ്രേറ്റ തൻബർഗ് ഈ അടുത്ത സമയത്ത് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി CJP സമരത്തിന്റെ പിന്നിൽ താനാണ് എന്ന തരത്തിൽ. അതായത് ജൻസി കലാപങ്ങളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഈ സംഘങ്ങളെല്ലാം തന്നെ CJP സമരവുമായി ബന്ധപ്പെട്ടതിന്റെ ടൂൾ കിറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള നിർണായകമായ ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം മറ്റു പല പ്രശ്നങ്ങളിലും ഇവർ പങ്കാളിയായിട്ടുണ്ട്. ഇന്ത്യയിൽ നടന്ന കാർഷിക കലാപത്തിന്റെ ടൂൾ കിറ്റുകളും ഇതേ രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വന്നത്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് ആ സമയങ്ങളിൽ തന്നെ വലിയ ചർച്ചയുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഭാരതത്തിനെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്ന ആൾക്കാർക്കൊപ്പം രാഹുൽ ഗാന്ധി നിലയുറപ്പിക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ പോരായ്മ. ചൈനയുമായി 2008 ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഈ എഗ്രിമെന്റ് പ്രകാരമാണ് ആൻഡമാൻ നിക്കോബാറിൽ ഇന്ത്യ നടത്തുന്ന വലിയ പ്രോജക്റ്റ്. അത് അന്തർദേശീയ രംഗത്ത് ഇന്ത്യയുടെ അന്തർദേശീയ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചയാകേണ്ടതാണ്. വലിയ രീതിയിൽ ഇന്ത്യക്ക് പുരോഗമനത്തിന് വഴിയൊരുക്കി കൊടുക്കുന്ന തരത്തിലുള്ളൊരു നീക്കം തന്നെയാണ്. പ്രത്യേകിച്ചും ഹോർമൂസ് കടലിടുക്ക് പോലെ തന്നെ ഇന്ത്യയിൽ വളരെയധികം ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലാക്ക സ്ട്രീറ്റ്. മലാക്ക സ്ട്രീറ്റിലൂടെയാണ് ചൈനയ്ക്ക് ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ചൈനയുടെ ട്രേഡിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ചിക്കൻ നെക്ക് കോറിഡോറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കങ്ങൾക്ക് തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മലാക്ക സ്ട്രീറ്റിൽ ഇന്ത്യക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഏറെ സഹായകരമാകുന്ന ഒരു പ്രോജക്റ്റാണ് ആൻഡമാൻ നിക്കോബറിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രോജക്റ്റിന് കടക്കൽ കത്തിവയ്ക്കുവാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ശ്രമിച്ചിരുന്നു. ആ രീതിയിൽ ഇന്ത്യക്ക് ഗുണകരമാകുന്ന പല പ്രോജക്റ്റുകളുടെയും തകർക്കുവാനും തകർത്തെറിയുവാനും രാഹുൽ ഗാന്ധിയുടെ പേരിലുള്ള ഇത്തരം നീക്കങ്ങളിലൂടെ സാധ്യമാകുന്ന ഒന്നായിരുന്നു. ആ ഒരു ഡീപ് സ്റ്റേറ്റ്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതൊക്കെ കൊണ്ടും ദേശീയവാദികൾ ഒന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകന്നു. അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്ക് മേൽ ആവശ്യമില്ലാത്ത സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ആവശ്യമായ രീതിയിൽ അല്ല അവർക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും ഈ രീതിയിൽ ഇന്ത്യ മുന്നണി ശിഥിലമായിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മരണമണി മുഴങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇനി വരുന്ന മൺസൂൺ സെഷനിലെ ബില്ലുകൾ NDA വളരെ കൃത്യമായി പാസ്സാക്കുമെന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു അനുരണനമാണ് സ്റ്റാലിൻ ഇപ്പോൾ നടത്തിയ ഈ പരാമർശം എന്ന് പറയുന്നത്. അതായത് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടും വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ ലോക്സഭയിൽ പാസ്സാക്കേണ്ടതുണ്ട്. അത് രാജ്യത്തിന് ഏറ്റവും ഗുണകരമായ ഒന്നാണ്. പ്രധാനമന്ത്രി ആ സമയത്ത് ഈ ബില്ല് ആദ്യം പരാജയപ്പെട്ട സമയത്ത് നടത്തിയ വൈകാരികമായ പ്രസംഗമൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതായിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും രാജ്യത്തിലെ വനിതകളുടെ പ്രാതിനിധ്യം ആവശ്യമായ ഒന്ന് തന്നെയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ യുവാക്കൾ ഉള്ളതുപോലെ തന്നെ വനിതകളുണ്ട്. വനിതകൾക്ക് വളരെ കൃത്യമായ രീതിയിലുള്ളൊരു പ്രാതിനിധ്യം ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റി കൊടുക്കുവാൻ പാകത്തിനുള്ള ഒരു ബില്ലായിരുന്നു അത്. വനിതകളുടെ പ്രാതിനിധ്യം ഇല്ല എങ്കിൽ അവിടെ ഒരു ജെൻഡർ ജസ്റ്റിസ് ഉണ്ടാവില്ല. ഒരുമിച്ച് ചേർന്ന് ഒത്തൊരുമിച്ച് വനിതകളും സ്ത്രീകളും പുരുഷന്മാരും ഒത്തൊരുമിച്ച് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒപ്പം എല്ലാ ജനങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണ് ഈ ജനപ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണ് മണ്ഡല പുനർനിർണയം. അതായത് ഓരോ വ്യക്തിയുടെയും വോട്ടിന് ഒരു മൂല്യമുണ്ട്. ആ മൂല്യം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുവാൻ പാടില്ല. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് അതിനുള്ള അവകാശമുണ്ട്. രാജ്യത്തിലെ പൗരന്മാർക്ക് കൊടുക്കേണ്ട ഒരു കടമ കൂടിയാണ് അത്. ആ പൗരന്മാർക്ക് അത്തരത്തിൽ വോട്ട് ചെയ്യുവാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കി കൊടുക്കുന്ന, അവരുടെ വോട്ടിന് മൂല്യം കൊടുക്കുന്ന ഒരു ബില്ലാണ്. അതിനെയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം തകർത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ബില്ല് പാസ്സാക്കാൻ തന്നെ പോകുന്നതാണ്. എല്ലാ ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസ് ഇതര സഖ്യങ്ങളെല്ലാവരും തന്നെ, കോൺഗ്രസ് ഇതര പാർട്ടികളെല്ലാം തന്നെ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.